ഏട്ടൻ കയറിയിരിക്കും. ഇനി എന്നെ കൊണ്ട് തോറ്റം പറയിക്കണം. ഈ പടി ഞാൻ ചവിട്ടില്ലാന്ന് പിന്നെ എന്റെ വായുണ്ട് കേൾക്കണോ? ഈ പ്രദേശത്ത് വരാതെ കഴിക്കാൻ നോക്കും. ചിലപ്പോ നിവൃത്തിയില്ലാതെ വരും. അപ്പോ നിന്നെ ഒന്ന് കാണാണ്ട് പോകാൻ മനസ്സ് സമ്മതിക്കില്ല. എനിക്ക് ആരാ ഒരാശ്രയം ഏട്ട? വീട്ടുകാരൊക്കെ എതിർത്തിട്ടും സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് നീ വേറെ പോയപ്പോഴും ഞാനിവിടെ വന്നില്ലേ? കണ്ടോടത്തിട്ട് രണ്ടിനെയും തല്ലിക്കൊള്ളണമെന്ന് കാരണവന്മാര് പറഞ്ഞപ്പോഴും പരിഹസിച്ചവരോട് തല നിവർത്തിയൊന്ന് പറയാനുണ്ടായിരുന്നു. 4 ആൾ അറിയേ ഒരാണിന്റെ കൂടാണ് എന്റെ പെങ്ങൾ പോയതെന്ന്. ഇത് ഞാൻ പറയണോ നാരായണി? കൊല്ലാൻ വയ്യല്ലോ. എന്റെ വയറ്റിലിട്ടതല്ലേ 10 മാസം. അതിന്റെ ശാപം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ. അനുഭവിച്ചോളൂ. ആ കുടിയിരിപ്പുകാരൻ, തോട്ടംകരാറുകാരൻ ആരും എന്റെ അടുത്തേക്ക് വരണ്ട. അയക്കണ്ട. ആണുങ്ങൾ ഉണ്ടാവുമ്പോ അവരല്ലേ കാര്യം പറയേണ്ടത്. ഞാനിവിടുത്തെ ആളല്ല ഇപ്പോ. ക്ഷയിച്ചാലും ഈ വീടിന്റെ പേര് പറഞ്ഞാൽ എവിടെയും ഒരു വിലയുണ്ടായിരുന്നു. ആ കാലം പോയി. ഏട്ടൻ ഒന്നും തരണ്ട. ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്ന് കയറിപ്പോയാ മതി. എന്റെ ഒരു സമാധാനത്തിന്. വേണ്ട, എന്നെ കൊണ്ട് പറയിക്കണ്ട. അയാള് പിന്നെയും പഠിക്കൽ വന്നിരിക്കണോ? പോലെ പിന്നെ എന്തിനാള് വല്യമ്മ ചീത്ത പറയണേ? വല്യമ്മാമ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാള്? അല്ല വല്യമ്മാമ പഠിക്കലെന്നൊന്ന് ചീത്ത പറയണേ? കണ്ണുണ്ട്, എനിക്ക് പേടിയാവും. ചെറുത്താനെ പോലെ ഉണ്ട്. വേണ്ടാത്തോരെന്ന് പറഞ്ഞാലേ എനിക്ക് ദേഷ്യം വരും. എന്റെ വെള്ളിയേച്ചിന്റെ കല്യാണം ഉണ്ടല്ലോ, ഉറപ്പിച്ചു. ഇനി 22 ദിവസമേ ഉള്ളൂ. വെള്ളിയേച്ചിയെ കല്യാണം കഴിക്കുന്ന ആള് ബോംബെയിലാ. അപ്പു വരില്ലേ കല്യാണത്തിന്? അമ്മ നിങ്ങളോട് വന്ന് ക്ഷണിക്കും. അച്ഛൻ 10-ാം തീയതി വരും വിമാനത്തില്. വെള്ളിയേച്ചി ബോംബെക്ക് പോകുമ്പോ ചിലപ്പോ ഞാനും പോവും. പേർഷ്യക്കാളും വലുതാ അപ്പു ബോംബെ. എനിക്കറിഞ്ഞൂടാ. അത് വെള്ളിയേച്ചിയുടെ കുളൂസാവും. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും വരണം. ഞങ്ങളിവിടെ കുടിയിരുന്ന പിന്നെ ആദ്യമായിട്ട് നടക്കുന്ന കല്യാണല്ലേ? ശരി. ജാനുവിന്റെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതെ. അപ്പൂന്നല്ലേ പേര്? അവൾ എപ്പോഴും പറയും. മോനും വരണേ. അപ്പു അകത്തേക്ക് വെക്കുള്ളൂ. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി. ഇവിടെ ഇരിക്കുക. ഞാൻ എവിടേക്കാ അന്വേഷിച്ചത്? ഓപ്പോളെ, ജാനുവിന്റെ ചേച്ചിയുടെ കല്യാണത്രേ. എന്നോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോളെ, നമുക്ക് പോവാ. ഓപ്പോളില്ല, അപ്പു പോയിക്കോളൂ. എന്താ ഓപ്പോളേത്? എവിടേക്ക് വിളിച്ചാലും വരില്ല. അപ്പുനെ ഒറ്റയ്ക്ക് തന്നെ അയക്കും. അപ്പു മിടുക്കം കുട്ടിയല്ലേ. പിന്നെ അവിടെ ജാനു ഒക്കെ ഇല്ലേ?
വെള്ളം ഇട്ടിട്ട് വരൂ. ആ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കും. ആ അവിടെ എനിക്ക് നാളെ കിട്ടിയില്ല. കന്നഡ വെച്ച ഒരാളെ കൊടുക്കണേ. കുട്ടി അച്ഛ താഴ്ത്തല്ലേ, ഞങ്ങള് പുഴയുടെ അക്കരയാ. ഇത് മദ്രാശിനെ കിട്ടും. ഗോപി, ഗോപി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ നിന്നെ അന്വേഷിക്കായിരുന്നു. അച്ഛ എന്താ കുട്ടിയുടെ പേര്? അപ്പു. സ്കൂളിലെ ടി രാജശേഖരൻ. ഒന്നിലോ രണ്ടിലോ? ഒന്നില്. ഇവിടെ നിൽക്കണോ? ദാ വല്യമ്മാവൻ വിളിക്കണു. ഏതായി കുട്ടി? ഇവിടെ താഴ്ത്തേലെ നാരായണിയമ്മയുടെ കേട്ടിട്ടില്ലേ? അകത്ത് പോയി ഇരിയടാ, പെണ്ടി നടക്കാതെ. അപ്പു, നീ എവിടെയായിരുന്നടാ? സദ്യ കിളവയ്ക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പന്തിക്ക് ഇരിക്കണം. ഞാൻ പോവാ. സദ്യ ഉണ്ണാതെ പോവോ മണ്ട? ഞാൻ നെടുമ്പരയിലായിരുന്നു. 4 കൂട്ടം പ്രഥമനും പഞ്ചസാര പായസം വേറെ. എന്റോടെ കല്യാണം ഉണ്ടാവുമ്പോ ഇതിലും വലിയ പന്തലിടും, ഇതിലും വലിയ സദ്യ ഉണ്ടാവും. നോക്കിക്കോ. നിന്റോടെ കല്യാണം. ആരുടെ കല്യാണം? എന്റെ ഓപ്പോളുടെ. നിന്റെ ഓപ്പോളുടെ കല്യാണ. നീ ഒരു പൊട്ടൻ തന്നെയാ. നീയോ പൊട്ടൻ, മരത്തടിയൻ. എടാ മണ്ട, അതിന് അവര് നിന്റെ ഓപ്പോളാ? ഓപ്പോളെ അപ്പോ എന്തു പറ്റി? നീ വീണോ? എന്തുണ്ടായി? അപ്പോ പറയൂ. ചങ്കരൻകുട്ടി, ആ ചങ്കരൻകുട്ടി. രണ്ടാളും കൂടി വികൃതി കാട്ടിയിട്ടുണ്ടോ? തല്ലുകൂടിയോ? ഞാൻ എപ്പോഴും പറയാറില്ലേ, ആരായിട്ടും വികൃതി കൂടരുത്, നല്ല കുട്ടിയെ നടക്കണമെന്നൊക്കെ. കുറച്ചുകൂടി കൊഞ്ചിച്ചോടി ലാളിച്ചോ, നന്നാവും. തോട്ടം മുടിയാൻ കാലത്ത് മുച്ചീർപ്പം കൊലയ്ക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയാ. അമ്മേ, എത്ര എടുക്ക? ബാക്കിയുണ്ട്. ഇതാ, അപ്പുനെ ഞാൻ കുളിപ്പിച്ചു തരാം. ഇനി ആരുടെ വികൃതിക്ക് പോരുത് കേട്ടോ. ഓപ്പള്ളി, ഒരാളെന്നെ അടിക്കാൻ വന്നു. ഓപ്പള്ളി, എന്തിനാ? ശങ്കരൻകുട്ടിയായിട്ട് വഴക്കിട്ടപ്പോ. നീ എന്തിനാ വഴക്കിന് പോയത്? അവൻ കള്ളത്തരെ പറയൂ, നോണയൻ. അവൻ പറയാണ് ഓപ്പള്ളിന്റെ ഓപ്പള്ളല്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ആരായിട്ട് മക്കണത്തിന് പോണ്ട. അയാൾ എന്നെ ചീത്ത പറഞ്ഞു. അയാൾ പറയാണ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ഇപ്പൊ അത് മനപ്പാടാക്കാൻ നോക്കണ്ട. വാ കിടക്ക്. ജാനുവിന്റെ വല്യേച്ചിയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അവൻ പറയാണ് ഓപ്പോൾക്ക് കല്യാണം ഉണ്ടാവില്ലെന്ന്. അസല് വീക്കൂട്ടുണ്ട് ഞാൻ. പിത്തപ്പാണു. അപ്പോ നീ ഉറങ്ങിക്കോ. ഓപ്പോളുടെ കല്യാണത്തിന് വലിയ പന്തലിടണം, നാദസ്വരം വേണം, പന്നീര് തെളിക്കാൻ ഞാൻ നിൽക്കും. ശങ്കരൻകുട്ടിക്ക് നാരങ്ങ കൊടുക്കില്ല. നമ്മുടെ അവിടെ ഒരുപാട് ആള് വരില്ലേ കല്യാണത്തിന്. അപ്പൊ ഉറങ്ങിക്കോ, ഞാൻ കഥ പറഞ്ഞുതരാം. മാണിക്കക്കല്ല് കഥയുടെ ബാക്കി. വല്യമ്മോട് ഓപ്പോൾക്ക് പറഞ്ഞൂടെ ഓപ്പോൾക്കും കല്യാണം വേണമെന്ന്? ഉറങ്ങിക്കോ അപ്പോ. ഉറങ്ങ.